അപ്പം ഗൈസ് ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ കണ്ടു. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം ഫ്രാഞ്ചൈസിൽ 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട്. 1 എന്ന് പറയുന്ന വേറെ ലീഗാണ് പടം, അറിയായിരിക്കുമല്ലോ. 1 എന്ന് പറയുന്ന വേറെ ലീഗാണ്. 2 അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ദൃശ്യം ഫ്രാഞ്ചൈസിൽ ഏറ്റവും വീക്ക്, ഈ 3 കമ്പയർ ചെയ്യുമ്പോൾ കേട്ടാ, ശരിക്കും കേൾക്കണം, 3 കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വീക്കായിട്ട് എനിക്ക് തോന്നിയത് ഈ പടമാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഒരു തരത്തിലും മോശമെന്നല്ല ഞാൻ പറയുന്നത്. പടം അത്യാവശ്യം ലെങ്ത് ഉണ്ട്, 2 മണിക്കൂർ 40 മിനിറ്റ്. ഇതിൽ ഫസ്റ്റ് ഹാഫ് വളരെ പ്ലെയിൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, എനിക്ക്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളത്. ലാലേട്ടൻ അടിപൊളിയാണ്, ഓഫ് കോഴ്സ് അടിപൊളിയായിരിക്കുമല്ലോ, അടിപൊളിയാണ്. പക്ഷേ ആ ഒരു എന്താ പറയുക, മാരകം ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പടം. ഒരു നോർമൽ പടമായിട്ട് അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, അപ്പം അതാണ് പടത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അപ്പം എനിക്ക് പറയാനുള്ളത്, പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ റിവ്യൂസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിലൊരു റിവ്യൂവിൻ്റെ ഇടയിൽ, ഞാൻ റിവ്യൂസ് കാണാറില്ല പടത്തിൻ്റെ, പക്ഷേ പടം കണ്ടിട്ട് ഞാൻ കാണാറുണ്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവിൻ്റെ ഇടയിൽ ഞാൻ കണ്ട് കുറേ നെഗറ്റീവ് കമൻസ്. ഈ പടം എന്ത് റിവ്യൂ ചെയ്യാൻ അറിയാൻ പാടില്ലേ, മറ്റേത് മാത്രം ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഞാൻ കണ്ട്. അപ്പോൾ എനിക്ക് ഇട്ടവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്, അറിയാമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആയിരിക്കത്തില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന. ഇനി നിങ്ങൾക്ക് ആ ഒരു സംഭവം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, നിങ്ങൾക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ള വാശി കളയുക. ഓക്കെ, അതേപോലെ തന്നെ ഒരാളൊരു സാധനം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് മാത്രമാണ് കൊള്ളാത്തത്, നിങ്ങൾക്കത് നല്ലതായിരിക്കും. ആ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക, മനസ്സിലായില്ലേ? ഒരു തലയിലുള്ള സാധനം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്, മനസ്സിലായ? അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശരി.